ഇന്ധനവില കൂടി പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത്? റോക്കറ്റ് പോലെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾ എന്ത് ചെയ്യും? പെട്രോൾ അടിക്കണം, പെട്രോൾ അടിക്കാതെ നിവൃത്തിയില്ല. പക്ഷെ എന്തൊരവസ്ഥയല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഈ വില കൂടുമ്പോൾ നമ്മുടെ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാൻ പോലും പറ്റുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഇന്ധന വിലയും സാധനങ്ങളുടെ വിലയും കൂടുന്നതനുസരിച്ച് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് ആവശ്യത്തിനുള്ള ശമ്പളം നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല. ഒരു തൊഴിലിടത്തിൽ അതേ ഒരാൾക്ക് ലഭിക്കുന്ന ഒരു ഫിക്സഡ് സാലറി ഒരു ഇത്ര രൂപയാണെങ്കിൽ ഒരു 30,000 രൂപ മാസം കിട്ടുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ 30,000 രൂപ ഉണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചെലവായിക്കൊണ്ടിരിക്കുകയാണ്. ഈ 30,000 രൂപയ്ക്കും എണ്ണ അടിക്കുക എന്നല്ല പറയുന്നത്. പല രീതിയിൽ പല സാധനങ്ങൾ, പല വിക്രയങ്ങൾ നടത്തി വരുമ്പോഴത്തേക്കും നമ്മുടെ കൈവശം ഇങ്ങനെ സാധനങ്ങൾ ഇല്ലാതെ, അതായത് പൈസ ഇല്ലാതാവുന്നതാണ്. അതായത് ഒരു മനുഷ്യന് നാട്ടിൽ ജീവിക്കണമെങ്കിൽ ഇപ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചെലവ് നടത്തേണ്ട ഒരു അവസ്ഥയാണ്. ഇന്ധനവില ഇങ്ങനെ കൂടാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. നേരത്തെയും ക്രൂഡ് ഓയിലിന്റെ വില താഴ്ന്നിരുന്ന സമയത്തും ഇന്ധനവില കൂടിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം അമേരിക്ക ഇറാൻ യുദ്ധം, ഹോർമീസ് കടലെടുക്ക് അടച്ചിടുന്നു, ഇന്ധനം കിട്ടാനില്ല, ഗ്യാസ് ഇല്ല, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സാധാരണക്കാരനായ ഒരു ജനം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? ഒരിടയ്ക്ക് ഗ്യാസ് കുറ്റി കിട്ടത്തില്ലെന്നുള്ള പ്രശ്നമായിരുന്നു. പിന്നീട് ആ പ്രശ്നങ്ങൾ ഇങ്ങനെ പരിഹരിച്ചു ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം ഓരോ ദിവസങ്ങളും വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് തന്നെ 2.5 രൂപയോ മറ്റുമാണ് പെട്രോളിനും ഒക്കെ ആയിട്ട് കൂടിയിരിക്കുന്നത്. മൊത്തത്തിൽ ഒരു 8 രൂപയുടെ വർധനവ് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ കൂടി പോയി കഴിഞ്ഞാൽ അവസാനം മനുഷ്യൻ സൈക്കിളിലേക്ക് മാറേണ്ടി വരും. സൈക്കിളിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണ്? നമ്മൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന, എളുപ്പത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും സ്ലോ ഡൗൺ ആവും. അപ്പം എന്താണ് വേണ്ടത്? ഇന്ധനം മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമാണ്. മനുഷ്യന്മാർക്കല്ല, മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? എന്തായാലും മുഖ്യമന്ത്രി എന്താണ് പറയുന്നതെന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് കേട്ടു നോക്കാം. അത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ സംബന്ധിച്ച് അതിന്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ഞങ്ങൾ ധനകാര്യ വകുപ്പ് സൂക്ഷ്മമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. നികുതി വരുമാനം എത്രയാണ് ഉണ്ടാകുന്നത്, സാധാരണക്കാരന് എത്ര രൂപയാണ് അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കൂട്ടലിലും. പക്ഷെ ഇത് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രി പറയുന്നത് ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഏതായാലും ഭരണം മാറി നമ്മൾ പുതിയ സർക്കാർ കയ്യിൽ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതിന് ഈ ഒരു പഠനത്തിന് ശേഷം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യത്തിനൊരു തീർപ്പാക്കുമെന്നാണ് വിചാരിക്കുന്നത്. മുഖ്യമന്ത്രി നമ്മുടെ സ്വന്തം വി ഡി സതീശൻ പൂക്കി മന്ത്രിയാണല്ലോ. എങ്ങനെയെങ്കിലും എൻ്റെ മുഖ്യമന്ത്രി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി തരണേ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പാടാണ്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യുന്ന തൊഴിലിന് നമുക്ക് കിട്ടുന്ന സാലറി, നമുക്ക് ചെലവാകുന്ന, അതായത് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കും മറ്റും ആയിട്ട് കിട്ടുന്ന സാലറി നമ്മൾ ചെലവാക്കി കഴിയുമ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചെലവായിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെയാണോ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ, യുവാക്കളൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് നാട് വിട്ട് വേറെ നാട്ടിലോട്ട് പോകുന്നത്? ആർക്കും ഇഷ്ടം ഉണ്ടായിട്ടൊക്കെ പോകുന്നതല്ല. ചിലർ ഇഷ്ടമായിട്ട് പോകുന്നവരുണ്ട്. പക്ഷെ നാട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന പല യുവാക്കളും ഇന്ന് നാട് വിട്ട് പോകുന്നതിൻ്റെ ഒരു കാര്യം, ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല, ഇവിടെ സാധനങ്ങൾക്ക് വില കൂടുന്നു, ശമ്പളമില്ല. ഈ സാധനങ്ങൾക്ക് വില കൂടുന്നതിനോടൊപ്പം ശമ്പളം കൂട്ടാനും കൂടെയുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയത്തില്ല. അതോ നമ്മൾ ജോലി ചെയ്യുന്ന തൊഴിലിടം അല്ലെങ്കിൽ സ്ഥാപനം ഏതാണോ അവർക്ക് ഇത്രയൊക്കെ കൊടുത്താൽ മതി, അവർ വന്ന് ജോലി ചെയ്തിട്ട് പൊക്കോളും എന്നൊരു മൈൻഡ് സെറ്റ് ആണോ എന്ന് പോലും അറിയത്തില്ല. ഏറെക്കുറെ അതൊക്കെ തന്നെയല്ലേ. ഉള്ള കാര്യം പറയാലോ, നല്ല ശമ്പളം കൊടുത്ത് ആൾക്കാരെ ജോലിക്ക് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അവർ അവരുടെ പ്രൊഡക്ടിവിറ്റി, അവരുടെ കഴിവിനനുസരിച്ച് അവർ ജോലി ചെയ്യും. സ്വന്തമായിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആ കമ്പനി ഡെവലപ്പ് ചെയ്യാനും പറ്റും. അതായത് എന്താ പറയുന്നത്, ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരാണല്ലോ. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പോഴും 10,000 രൂപയ്ക്ക് ജോലിക്ക് ആളെ കിട്ടുമെന്ന് അന്വേഷിക്കുന്ന കമ്പനികളുണ്ട്. ഒരു മാസം 10,000 രൂപയും കൊണ്ട് ഓടുമോ? അതാണ് അവസ്ഥ, ഇല്ലേ? ഭക്ഷണം മേടിച്ച് കഴിക്കണം, ഓരോ ദൈനംദിന കാര്യങ്ങൾക്ക് മറ്റു ചെലവുകൾ, വണ്ടിക്ക് ഇന്ധനം. ഈ ഇന്ധനം പിന്നെയും കയറി വരുന്നുള്ളൂ. ഇന്ധനം ഒരു പ്രശ്നമാണ്, ഇല്ലേ? അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ സാധനങ്ങൾ, അരി മുതൽ പഞ്ചസാര, ഗോതമ്പ് പൊടി, അല്ലെ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും വില കൂടി. ഇനി ഇറച്ചി മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇപ്പം ബീഫിന്റെ കാര്യം പറഞ്ഞാൽ ബീഫിന് റേറ്റ് കൂടുതൽ, ഈ പറയുന്ന മറ്റ് ഇറച്ചികൾക്കെല്ലാം വില കൂടുതൽ. ഇതെല്ലാം ഞാൻ സാധാരണ മീൻ മേടിക്കുകയാണെങ്കിൽ മീന് മുടിഞ്ഞ വിലയാണ്,
ഇല്ലേ? എല്ലാ സാധനങ്ങൾക്കും വില കൂടുമ്പം ഇവിടെ സാധാരണക്കാരനായ ഒരു മനുഷ്യന് ജീവിക്കാനായിട്ട് നിർവാഹമില്ല, കിട്ടുന്ന ശമ്പളം കുറവാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു അപ്പച്ചൻ ഒരു പെട്രോൾ പമ്പിലോ മറ്റോ വെച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷൻ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലെന്ന്. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ പുച്ഛം. അങ്ങനെയുള്ള ആളുകളുമുണ്ട്. കാശുണ്ടെന്നും വെച്ച് കണ്ടവരെ പൂച്ചിക്കേണ്ട, അല്ലെങ്കിൽ മറ്റുള്ളവരെ പൂച്ചിക്കേണ്ട കാര്യമില്ല. ഏത് വലിയവനാണേലും മൂക്കും കുത്തി താഴെ വീഴുന്ന ഒരു ദിവസമുണ്ട്. ഇത് പറഞ്ഞു പോകുമ്പം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു പോകുന്ന. എന്തായാലും ഇന്ധനവില ഇങ്ങനെ കൂടി പോകുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു ന്യൂസിന്റെ ഒരു ഭാഗമുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഇന്നും കൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ചെറിയ കൂട്ടലല്ല, വലിയ കൂട്ടലാണ്. നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന മുരളീധരന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര നിലയിൽ കുറയുന്നതിനനുസരിച്ച് അത്രയും കൂട്ടിയിട്ടില്ലല്ലോ. അവിടെ കുറയുന്നു, ഇവിടെ കൂട്ടുന്നു. എന്തായാലും ജനങ്ങൾക്ക് ഇതൊരു ഭാരിച്ച ഒരു സംഭവമായിട്ട് തീരുന്നു. ഈ പല പല ഘട്ടങ്ങളിലായിട്ട് കൂട്ടി. പക്ഷേ 2 ആഴ്ച കൊണ്ട് 8 രൂപയാണ് കൂടിയത്. ആൾക്കാർക്ക് ഇപ്പോൾ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ അർജുൻ മട്ടന്നൂർ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അത്ര ഗുഡ് മോർണിംഗ് അല്ല കാര്യങ്ങൾ എന്നത് വ്യക്തമാണ്. കാരണം ഓരോ ദിവസവും ഇന്ധനവില കൂടുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് 2.5 രൂപ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ആളുകൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് പാചകവാതക പ്രതിസന്ധി ഉണ്ടാകുന്നു. അതിനിടയിൽ പെട്രോളിന്റെ വില വർദ്ധിക്കുന്നു. സ്വാഭാവികമായും അത്തരത്തിൽ ഓരോ ദിവസവും വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു. കൊച്ചിയിലെ വില പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാം ചർച്ച ചെയ്യുന്നത് ഈ പൈസ കൂടി പോകുമ്പം എന്ത് ചെയ്യുമെന്നുള്ള. പിന്നെ ന്യൂസ് ചാനലുകാര് ഈ ചർച്ചയും കാര്യങ്ങളും എല്ലാം ഇടും. ചർച്ചിച്ചിട്ട് കാര്യമില്ല. എങ്ങനെയും നടപടി ഉണ്ടാക്കാനുള്ള മൂവ്മെന്റ് നടക്കണം. അതിന് നിങ്ങൾക്ക് വാർത്ത കൊടുക്കാനേ പറ്റുള്ളൂ. ജനങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഇവിടെ വില കൂടിക്കൊണ്ടിരിക്കുക, അത് തടയാൻ പറ്റുന്നില്ല. എന്തായാലും വല്ലാത്തൊരു അവസ്ഥയാണിത്. നമുക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഹനം എന്താ പറയുന്നത്, വളരെ ഭയങ്കര പാടാണ് സാധാരണക്കാരന് നമുക്കൊന്ന് വട്ടം എത്തിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഇങ്ങനെ തേങ്ങ അല്ലെങ്കിൽ തേങ്ങ എന്നൊക്കെയാണ് വായി വരുന്നത്. തേങ്ങ മുതലുള്ള സാധനങ്ങൾക്ക് വരെ റേറ്റ് കൂടുതലാണ്. ഇവിടെ എന്തിനാണ് വിലക്കുറവുള്ളത്? ആദ്യം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തിനാ വിലക്കുറവ്? എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുക. എനിക്കൊന്ന് തീപ്പെട്ടിക്ക് മാത്രം വില കൂടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? ശരിയാണോ? വില കൂടാത്ത സാധനങ്ങൾ വേറെ എന്തൊക്കെയാ ഉള്ളത്? അല്ലേ? ഇതാണ് നമുക്ക് കംപ്ലീറ്റ്ലി പറയാനാണെങ്കിൽ മൊത്തത്തിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ്. ഇടാൻ മേടിക്കുന്ന കുപ്പായം മുതൽ അല്ലെങ്കിൽ എന്താ പറഞ്ഞത്, അത് തന്നെ ഓരോ സാധനങ്ങൾ, വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം നമ്മൾ പല ഇതും കാണും. ഡിസ്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര രൂപ റേറ്റ് കുറവുണ്ട്, മറ്റേതാ മറിച്ചാന്നൊക്കെ പറഞ്ഞ് ആകർഷണമായ പരസ്യമൊക്കെ കണ്ടുപോകും. സാധനങ്ങളുടെ എല്ലാം വില കൂടുതലാണ്. ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷേ എങ്ങനെയാണേലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളായതുകൊണ്ട് നമ്മൾ മേടിക്കുകയാണ്. ഭയങ്കര പാടാണ്. ഇതിപ്പോൾ എന്തായാലും സർക്കാർ ഇതിന് ഒരു നടപടി ഉണ്ടാക്കും എന്നാണ് തോന്നുന്നത്. കുറച്ച് പേര് സംസാരിക്കുന്നതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ ഇന്ത്യയിൽ. അവർക്കൊന്നും തോന്നിയാസം കാണിക്കാമല്ലോ. ജാതി മതമൊക്കെ ഉള്ളിടത്തോളം കാലം നമുക്ക് ഇതൊക്കെ അനുഭവിച്ചാൽ പറ്റത്തുള്ളൂ. ഇലക്ഷനിൽ ജയിക്കാൻ ജാതി മതം മതിയല്ലോ, വേറെ ഒന്നും വേണ്ട. അപ്പോൾ പെട്രോൾ വില ഇങ്ങനെ അടിക്കടി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സഹിച്ചോണം. അല്ല, സാധാരണക്കാർ ആളുകളെ സാധനങ്ങളുടെ വിലയും കൂടുതലോ, ഇന്ധനം നിറയ്ക്കുന്ന ഒരു വില കൂടും. നമ്മുടെ വരുമാനം കുറയുന്നതനുസരിച്ച് നമുക്ക് വില കൂടുന്നുണ്ടല്ലോ, അതുപോലെ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം സാധാരണക്കാരായ ആളുകൾ സംസാരിക്കുന്ന. ഇന്ധനവില കൂടിയിട്ടും ഒരു എന്ത് ചെയ്യും എന്ന് എല്ലാവരും അങ്കലാപ്പിലാണ്. അപ്പോൾ ഓരോരുത്തരും പറയുന്നുണ്ട്, എന്നാ ചെയ്യാനാ, എണ്ണ അടിക്കാതെ പറ്റത്തുമില്ല, എണ്ണയ്ക്കാണ് വില കൂടുതലും കൂടെ. അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷെ ആരെങ്കിലും വീട്ടിൽ അടങ്ങി കുത്തിയിരിക്കോ? ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നീങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് പോകണമെങ്കിൽ, നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് വണ്ടി വേണം. അതാണ് അതിൻ്റെ അകത്തൊരു കാര്യം. കാശുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ നല്ല ഒരു ഡിഗ്നിറ്റി, അല്ലേ, എല്ലാവർക്കും ഡിഗ്നിറ്റി ഉണ്ട്, നല്ലൊരു ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആളുകൾക്കൊന്നും ഇതിനെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാകത്തില്ലായിരിക്കും. വളരെ സാധാരണക്കാരായ ആളായിട്ട് ഒരു മിഡിൽ ക്ലാസ് മാൻ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ആൾക്കാർ, സാധാരണക്കാരനായ ഒരു മനുഷ്യനെ അപേക്ഷിച്ച് ചിന്തിക്കുമ്പം ഈ റോക്കറ്റ് പോലെ ഓരോ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിലയൊക്കെ ഒന്ന് താഴാനായിട്ട് എന്താണ് പറ്റുന്നത്? എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്? എത്രയും വേഗം നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം. ഇവിടെ നിന്ന് എല്ലാവരും, ഞാൻ ഇടയ്ക്ക് തന്നെ പറഞ്ഞാണ്, ഇവിടെ നിന്ന് എല്ലാവരും വാലും പറിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്ന അവിടെ കിട്ടുന്ന ശമ്പളത്തിന്റെ മേന്മ കൊണ്ട്, അല്ലാതെ അവിടുത്തെ സൗഭാഗ്യങ്ങൾ നോക്കി പോകുന്ന ആളുകളും ഉണ്ട് കേട്ടോ. പക്ഷെ എന്നിരുന്നാലും പണിയെടുക്കുന്ന അവിടെയാണ്, കണ്ണ് നാട്ടിലാണ്. കാരണം എങ്ങനെയും തിരിച്ചു വരണം.
ഒരുപാട് പ്രവാസികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം നാട്ടിൽ ജനിച്ച് ജീവിച്ച് ഇവിടെ തന്നെ മരിക്കണം എന്നുള്ളത്. അതൊരു എന്താ പറയുന്നത്, എല്ലാവരുടെയും ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാണ്. പക്ഷേ അതിന് നമ്മുടെ സർക്കാരും കൂടെ വിചാരിക്കണം, അത്രേ പറയാനുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇതാണ് അവസ്ഥ, ഇവിടുന്ന് എല്ലാവരും പോവുകയാണ്. നമ്മളൊക്കെ അപ്ഡേറ്റ് ആകാനുണ്ടെന്നേ, ഞാൻ ഉൾപ്പെടെ എൻ്റെ കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത്രയും ആളുകൾ, പിന്നെ ബാക്കിയുള്ള ആളുകൾ എല്ലാവരും ഒന്ന് അപ്ഡേറ്റ് ആകേണ്ട സമയമായിട്ടുണ്ട്. അപ്ഡേറ്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഗ്രഹിക്കുക, അറിയിക്കേണ്ടവരെ കൃത്യമായിട്ട് അറിയിക്കുക. അതൊക്കെയാണ് അവസ്ഥ. ഈ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നടപടിയുള്ള കാര്യമല്ല, നാട്ടിൽ ജീവിക്കാൻ മേലാത്ത അവസ്ഥയായിക്കൊണ്ടിരിക്കുക. ജീവിക്കാം, ഇങ്ങനെ നമ്മൾ ജീവിക്കാം, നമ്മളിവിടെയൊക്കെ ഉണ്ട് എന്ന് കാണിക്കാം, അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പണം ഉണ്ടെങ്കിലേ നമുക്കെല്ലാം ആകുള്ളൂ, അതാണ് ഇതിനകത്തൊരു കാര്യം. പണം ഉണ്ടെങ്കിലേ ഇതൊക്കെ വാങ്ങാനും അല്ലേ ഇന്ധനം അടിക്കാനും ഒക്കെ പറ്റുള്ളൂ. ഇന്ധനത്തിന് വില കൂടിപ്പോകുമ്പം സാധാരണക്കാരനായ ജനങ്ങൾക്ക് ചെയ്യുന്ന തൊഴിലിനനുസരിച്ചുള്ള ശമ്പളം കൂടെ കിട്ടിയില്ലെങ്കിലോ. ഞാൻ എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്ത് അവിടെ ഇവിടെ തൊട്ടാണ് സംസാരിച്ചത്. ആരെങ്കിലുമൊക്കെ കേൾക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക.